ഗായ്സ്, അപ്പോൾ എനിക്കെപ്പോഴും ഈ വീടൊക്കെ വിഷയമുണ്ടാവും. ഇന്ന് നമുക്ക് ഒരു കറി ഉണ്ടാക്കാം. അപ്പോൾ ഇന്ന് കുറച്ച് വെറൈറ്റി ചിക്കൻ കറി ഉണ്ടാക്കാം. അതിന് ഇവിടെ ഹെൽപ്പ് കൊടുക്കും. അപ്പോൾ നമ്മൾ കാന്താരി എടുക്കുന്നുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ നിന്ന്. അപ്പോൾ കാന്താരിയും ഉള്ളിയും ഇഞ്ചിയും നമ്മളെ വെളുത്തുള്ളിയാണ് നമ്മളെ മെയിൻ ആൾക്കാർ എടുക്കുക. അപ്പോൾ ഉള്ളി ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ ചതച്ചെടുക്കണം. ചതച്ച സംഭവമാണ് നമ്മളിപ്പോൾ മെയിനായിട്ട് എടുക്കേണ്ട സാധനം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് അതാണ് മെയിൻ. പിന്നെ നമ്മൾ ഈ വെളുത്തുള്ളി ചതച്ചത് സൈഡിലും, പിന്നെ ഉള്ളി അരിഞ്ഞതും, പിന്നെ നമ്മളെ കറിവേപ്പിലയും ഉണ്ട് കേട്ടോ. ഒരു പ്ലേറ്റിലാണ് നമ്മൾ ഈ 3 സംഭവം വെച്ചിട്ടുള്ളത്. പിന്നെ പിറ്റേ ദിവസം ചിക്കനെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ചട്ടിയിൽ കുറച്ച് എണ്ണ എടുക്കാം കേട്ടോ. അതിനകത്തേക്ക് നമ്മൾ ഈ ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്യണം. പിന്നെ കറിവേപ്പില ഇടണം കേട്ടോ. കറിവേപ്പില ഇട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിന് ശേഷം നമ്മൾ ഈ നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ കളറ് മാറുമല്ലോ. അപ്പോൾ കളറ് മാറുന്ന വരെ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്നിട്ട് വേണം നമ്മൾ ചതച്ച് വെച്ച ആ സംഭവമില്ലേ, ആ ചമ്മന്തി പോലെയുള്ള സാധനം അതിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അത് കഴിയുമ്പോഴാണ് നമ്മളെ പൊടി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇടുന്നത്. അപ്പോൾ പൊടിയായിട്ട് യൂസ് ചെയ്യുന്നത് മുളക് പൊടി, ചിക്കൻ മസാല, പിന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ ഗരം മസാല ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് ചെറിയൊരു മണമൊക്കെ വരും കേട്ടോ. അപ്പോൾ ഈ മിക്സ് ചെയ്തതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് നന്നായിട്ട് അതും നല്ലോണം കൂട്ടി യോജിപ്പിച്ച് നല്ലോണം ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യണം, അതന്നെ പറയാനുള്ളൂ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് മൂടി വെച്ച് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കണം. തുറന്ന് നോക്കുമ്പോൾ ഒക്കെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. തുറന്ന് നോക്കി ഇളക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും മൂടി വെക്കാം. അങ്ങനെ ഒരു 3 വട്ടമൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ ഗ്രേവി ആയിട്ട് ആണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ കുരുമുളക് പൊടിയും പിന്നെ നമ്മുടെ കറിവേപ്പിലയും ഇട്ടിട്ട് കുറച്ച് എണ്ണ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ കറി സെറ്റ് കേട്ടോ. അപ്പോൾ ഞാനൊരു ദോശയാണ് എടുത്തിട്ടുള്ളത്. ദോശയും ഉരുളക്കിഴങ്ങ് കറിയും നമ്മളെ ചിക്കൻ കറിക്ക് കുറച്ച് എരിവൊക്കെ ഇരിക്കും. നമ്മളുണ്ടാക്കിയാൽ കുറച്ചുകൂടെ എരിവ് കൂടുതലായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുണ്ടാക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ബോക്സിലുണ്ട് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയത് നല്ല സക്സസ്ഫുള്ളി ആയിട്ടുള്ളൊരു സംഭവമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഇത് ചെയ്യാത്തവർ വേഗം ചെയ്ത് വെക്കുക. 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ സംഭവമാണ് കേട്ടോ. അപ്പോൾ ബൈ.